അതിന്റെ ബലത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ ഞാനിപ്പോ പറയുമ്പോൾ പക്ഷെ എനിക്ക് നല്ല സന്തോഷമുണ്ട്. സന്തോഷത്തിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വീട്ടുമുറ്റത്ത് എല്ലാവരും ഒരു കുടുംബത്തിൽ എല്ലാവരും ഒന്നിച്ചു ചേരുന്ന ഒരു സമയമുണ്ട്. ഈ സമയം വളരെ വിലപ്പെട്ടത്. അതേ കാലത്ത് നമ്മുടെ കെട്ടുറപ്പുള്ള ഒരു സാമൂഹ്യ ബന്ധങ്ങൾ നമുക്ക് കൂടുതൽ ഉണ്ടായിരുന്ന കാലത്ത് വളരെ പതിവുള്ളത്. പിന്നീട് അന്ന് ഇങ്ങനെ മീറ്റിംഗ് കൂടിയിട്ടൊന്നല്ല, പക്ഷെ നിരന്തരം ഇടപെട്ടുകൊണ്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെയായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലം പോയി. ഇപ്പോ ആളുകളൊക്കെ പലയിടത്തുമാണ്, എല്ലാ ആളുകൾക്കും തിരക്കുമാണ്. ഓരോ വീട്ടിലും ഒന്നോ രണ്ടോ ആളേ ഉള്ളൂ. ഈ സാഹചര്യത്തിൽ നടത്തില്ല. പിന്നെ ഞങ്ങളിപ്പോ എന്റെ തോന്നാട്ടിലും കൂട്ടത്തിലൊക്കെ വലിയ ആളുകൾ കാണുന്ന വല്ലപ്പോഴും ഒരു കല്യാണത്തിനും വല്ലപ്പോഴും ഒരു മരണത്തിനൊക്കെ ഓടിക്കതച്ച് വരും. വന്നിട്ട് അത് കഴിഞ്ഞാൽ ഉടനെ സ്ഥലം പിടിച്ചു ഇത് കാണുകയുള്ളൂ. ജസ്റ്റ് ഒന്ന് കാണുകയുള്ളൂ. കൂടെ ഇരിക്കാനോ സംസാരിക്കാനോ വിശേഷങ്ങൾ പങ്കുവെക്കാനോ അന്വേഷിക്കാനോ ഉള്ള സാവകാശമൊന്നും ആർക്കില്ല. അങ്ങനെ ഇനിയിപ്പോ കല്യാണത്തിനൊക്കെ പോയാൽ തന്നെ പഴയ കാലത്തുള്ള കല്യാണങ്ങളൊക്കെ എങ്ങനെയാണ്? ഞങ്ങളൊക്കെ എന്റെ ചെറുപ്പത്തിൽ നമ്മുടെ കാലത്തൊക്കെ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കല്യാണത്തിന് എല്ലാവരും കൂടുന്നത് ഒരു 3-4 ദിവസം മുമ്പെങ്കിലും എത്തിച്ചേരുകയും പന്തലിടാനും പിന്നെ അലങ്കരിക്കാനും ഭക്ഷണം ഉണ്ടാക്കാനും വിളമ്പാനും തേങ്ങ ചിരകാനും അമ്മി കൊണ്ടുവരാനും ഒരല് കൊണ്ടുവരാനും ഒക്കെ ആയിട്ട് എല്ലാവരും എത്തിച്ചേർന്ന് എല്ലാവരും നമുക്ക് പറ്റാത്ത ഒരു കാര്യം, നമ്മൾ ഇടപെടാത്ത ഒരു കാര്യം, നമ്മൾ ചെയ്യാത്ത ഒരു കാര്യമാണല്ലോ ഇവിടെ നടക്കുന്നത് എന്നുള്ളത് കൊണ്ടുള്ള ഒരസൂയ. അപ്പൊ അങ്ങനെ കുറച്ച് അസൂയയോടും ഒരുപാട് സന്തോഷത്തോടും കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പിന്നെ ഈ കുടുംബ ബന്ധത്തെ മെച്ചപ്പെടുത്താൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, കുടുംബബന്ധം മെച്ചപ്പെടാൻ എന്ത് വേണം എന്ന് ചോദിച്ചാൽ, ഓരോരുത്തരും നേരെയായി, ഓരോരുത്തരും നന്നായി കണ്ടു കഴിഞ്ഞാൽ, ഓരോരുത്തരും നേരെയാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥത്തിൽ ബന്ധം മെച്ചപ്പെടുക എന്നുള്ളത്. ഓരോരുത്തരും അവരവരെ നിലക്ക് സ്വന്തം നിലക്ക് ജീവിക്കാൻ പ്രാപ്തരാകുകയും ജീവിതം അന്വേഷിക്കുകയും അവരുടെ കാര്യത്തിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് നല്ല ജീവിതം. അപ്പൊ ഈ നല്ല ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടത്തിൽ എല്ലാവരും കൂടി ചെയ്യാനുള്ളതല്ല. വാസ്തവത്തിൽ വളരെ വളരെ നമ്മൾ ഓരോരുത്തരും മെച്ചപ്പെടുന്ന, ഓരോരുത്തരും സന്തോഷിക്കുന്ന, ഓരോരുത്തരും മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരവസ്ഥയാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചേരാൻ എന്ത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അതിന്റെ ഭാഗമാണ്. വാസ്തവത്തിൽ ഇവിടെ 6 പേരെ ആദരിച്ചു. 6 പേരെ ഇവിടെ പൊന്നാട് നടത്തിയ അവസരത്തിൽ ഈ സ്വന്തം മക്കളെയും പിഞ്ചു മക്കളുടെയും ഒക്കെ മുമ്പാകെ വെച്ചിട്ട് ഈ 6 പേരെ ആദരിച്ചപ്പോ അവരുടെ മനസ്സിലൂടെ കടന്നുപോയിരിക്കാനുള്ള വികാരം, അല്ലെ അവർക്ക് അപ്പോൾ ഉണ്ടായിരിക്കാവുന്ന ഒരു വികാരമോ ഭാവമോ അവരുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഈ ഒരു മീറ്റിങ്ങിന്റെ ഈ ഒരു ഒത്തുചേരലിന്റെ ഒരു സാഫല്യമാണ്. അത് നിങ്ങൾ പലതരത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്നില്ല, ഓരോരുത്തരും അനുഭവിക്കുന്നില്ല. ഓരോരുത്തർക്കും അങ്ങനെ ഒരു അവസ്ഥയുണ്ടാവും. നമ്മൾ കൂടിച്ചേരുമ്പോൾ ഈ ഒരു അവസ്ഥ നമ്മൾക്ക് തുടർന്നു ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും മെച്ചപ്പെടാൻ എന്ത് ചെയ്യണം? ഓരോരുത്തരുടെയും ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ, ഓരോരുത്തരുടെയും ജീവിതത്തിലുള്ള നിരാശകൾ, ഓരോരുത്തരും ജീവിതത്തിൽ വഴിമുട്ടിപ്പോയി എന്ന് തോന്നുന്ന അവസ്ഥ ഒഴിവാക്കാൻ ഇന്നത്തെ കാലത്ത് എന്ത് ചെയ്യണമെന്നുള്ള പൊതുവായ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അത് കുറച്ച് നേരം കൊണ്ട് പറഞ്ഞു തീരാവുന്ന കാര്യം ഞാൻ പറഞ്ഞു. അതിന് അടിസ്ഥാനപരമായ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഡോക്ടർക്ക് ഇവിടെ ഉണ്ട്. അത് ആരോഗ്യം വലിയ മുഖ്യമാണ്. അതായത് ആരോഗ്യപരമായ കാര്യമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അതൊക്കെ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളിലൊക്കെ അവർക്കൊക്കെ സംസാരിക്കാൻ പറ്റും. അതായത് നല്ല ഭക്ഷണം എന്താണ് കഴിക്കേണ്ടത്, എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ ഭക്ഷണം കഴിക്കണം, നല്ല ഭക്ഷണം കഴിക്കണം, നന്നായി ഉറങ്ങുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്, നന്നായി വ്യായാമം ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്, നന്നായി വിശ്രമിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെ അവർ വിശദമായി പിന്നീട് സംസാരിക്കും. അതിന് അവസരം ഉണ്ടാകട്ടെ, അവർക്ക് അവസരം ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൽ തന്നെ പലർക്കും അത് സംസാരിക്കാനൊക്കെ പറ്റും. ഞാൻ വേറെ ചില്ലറ കാര്യങ്ങൾ മാത്രം പറയാം. എല്ലാവർക്കും ബാധകമാകുന്ന കുട്ടികൾക്കായാലും പ്രായമുള്ളവർക്കായാലും ഒക്കെ നമ്മൾ സന്തോഷിക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, എപ്പോഴും ചെയ്യേണ്ടതുമായ ഒരു കാര്യം എന്താണെന്ന് നമ്മൾ സന്തോഷിക്കുക. ഞാനതിന് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. നമ്മൾ ഇന്ന് അതിലേക്ക് ഇപ്പോൾ സംസാരിച്ച കാര്യത്തിലേക്ക് ഞാൻ പറയാം. ഇന്നത്തെ തീയതിയുടെ പ്രത്യേകതയുണ്ട്. ഇന്നത്തെ തീയതിയൊക്കെ 28 ഡിസംബർ 28 28 ഡിസംബർ. 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഏതാ തീയതി? ജനുവരിയാണ്, 1-ാം തീയതിയാണ്. ഈ 1-ാം തീയതിയുടെ ഒരു പ്രത്യേകതയാണ്. 1-ാം തീയതിയുടെ ഒരു പ്രത്യേകത, ഡിസംബർ 31-ന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോകത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം നമ്മുടെ ഈ കേരളത്തിൽ
ഏറ്റവും കൂടുതൽ മദ്യം വിറ്റഴിയുന്ന ദിവസമാണ് ഡിസംബർ 1 ഏറ്റവും കൂടുതൽ റെക്കോർഡ് ഓരോ കൊല്ലവും ആ റെക്കോർഡിങ്ങിനെ കുറിച്ചുകൊണ്ടിരിക്കും. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലായിട്ട് അതിനേക്കാൾ കൂടുതലായിട്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ അനുഭവം ഉറപ്പായി ഇങ്ങനെ നന്നായി കഴിയാൻ തീരുമാനിച്ചിട്ട് സമയം നിശ്ചയിക്കുന്ന ആ ഒരു ദിവസമാണ് ജനുവരി 30. നിങ്ങൾക്കറിയാം, ഈ ജിമ്മുകളിലൊക്കെ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന ജിമ്മുകളിൽ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന ജനുവരി. എന്താ കാരണം? ആളുകൾ ജിമ്മിൽ പോയി തുടങ്ങും. 1-ാം തീയതി തൊട്ടിട്ട് എക്സസൈസ് ചെയ്യാം, ആരോഗ്യം നന്നാക്കാൻ ജിമ്മിൽ പോയി തുടങ്ങാം. പക്ഷെ ജിമ്മുകാർ ആ കാലം കൊണ്ട് കുറച്ച് കച്ചവടം നന്നായി ചെയ്യും, ലോണൊക്കെ അടക്കാനുള്ള പൈസയൊക്കെ കിട്ടും. എന്താ കാരണം എന്നറിയോ? ജിമ്മിൽ പോയി കഴിയുമ്പോൾ മിക്കവാറും അവിടെ ഒരു ദിവസത്തേക്കല്ല ഫീ അടക്കുക. ഒരു ദിവസത്തേക്കോ അടക്കാമെങ്കിലും ഒരു വർഷത്തേക്ക് അടക്കാം, 3 മാസത്തേക്ക് അടക്കാം, 1 മാസത്തേക്ക് അടക്കാം. ഈ മിനിമം 1 മാസത്തേക്കെങ്കിലും അടക്കും. ചില വിഡികളൊക്കെ 1 കൊല്ലത്തേക്ക് അടച്ചേക്കും, നന്നാകാൻ ഉറച്ച് തീരുമാനിച്ചു. എന്നിട്ടോ 2 ദിവസം 3 ദിവസം കഴിയുമ്പോൾ വേദന, ഒരാഴ്ച 2 ആഴ്ച പരമാവധി പോയാൽ ഒരു 3 ആഴ്ചയൊക്കെ പോകും. അതോടെ മുടങ്ങി പിറ്റേന്ന് പോകാൻ വേണ്ടി അതിൻ്റെ പിറ്റേന്ന് പോകാൻ വേണ്ടി അതങ്ങ്. ഇതുപോലെ തന്നെ നമ്മൾ നന്നാവാൻ പല തീരുമാനങ്ങൾ. യോഗ ക്ലാസ്സിൽ കൂടുതലാണ് പോയി തുടങ്ങുന്നത് 1-ാം തീയതി ജനുവരി 1. ഇതുപോലെ പല തീരുമാനങ്ങളിലേക്കും നന്നാവാൻ തീരുമാനിച്ചിട്ട് നന്നാവാതെ പോകുന്ന ഒരു ദിവസമാണ് ജനുവരി 1. നമ്മൾ വീണ്ടും പഴയ പോലത്തെ തന്നെയായിരിക്കും. ശങ്കരൻ വീണ്ടും തെങ്ങിന്റെ പോലെ തന്നെയായിരിക്കും. കുറച്ച് എന്തായിരിക്കും ഇതിന്റെ കാരണം? മുഖ്യമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്ക് പോലെയല്ല. നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞത് കൊണ്ട് ചെയ്യില്ല, ആരെങ്കിലും പറഞ്ഞതുകൊണ്ട് ചെയ്യില്ല. ഞാനിവിടെ വന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നത് ആരും നന്നാകാൻ പോകുന്നില്ല, ഒരൊറ്റയാളും നന്നാവില്ല. മറിച്ച് നന്നാവണമെങ്കിൽ നമുക്കേ പറ്റുള്ളൂ. അതിന് അടിയുറച്ച തീരുമാനം വേണം. അടിയുറച്ച തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മസിൽ പിടിച്ച് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കും.